ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബ്ലൗസ് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. ഓണം ഡിസൈൻ ആണ്, ഓണം കോസ്റ്റ്യൂമാണ്. നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്ലൗസ് ആണ്. അതിന്റെ പാറ്റേൺ വരുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ചെറിയ ഹാഫ് സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കർവ് പോലെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കർവ് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തത് ഇതുപോലെ ഒരു ചെറിയൊരു ക്യാപ്പാണ് കേട്ടോ. ആ ക്യാപ്പ് കറക്റ്റ് നമുക്ക് ഹാഫ് സർക്കിൾ പോലെ വരണ്ട, ചെറിയൊരു കർവ് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു കർവ് കൊടുത്താണ് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ. ഓരോന്നും കറക്റ്റ് ഇതിന്റെ അളവിന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഈ കർവ് വേണം അതനുസരിച്ചുള്ള ക്യാപ്പ് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ കർവ് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ബ്ലൗസിന് എത്രയാ ലെങ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ, ഇതിപ്പോ ഞാൻ 5, 6 കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെയറിലാണ് ഈ വർക്ക് വേണ്ടത് അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിവിടെ കർവ് കൊടുത്തിരിക്കുന്നത് നമ്മൾ 2 ലെയറായിട്ട് കട്ട് ബീഡാ വെച്ച് കൊടുക്കുന്നത്, ആന്റിക് കട്ട് ബീഡാ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ 2 സൈഡും ഓരോ ലൈനും കൊടുത്തിരിക്കുന്നുണ്ടോ, അവിടെ നമ്മളൊരു കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും കൊടുക്കുന്നുണ്ട്, താഴത്തും മേളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മിഡിൽ പോർഷനായിട്ട് നമ്മൾ കട്ട് ബീഡും ഷുഗർ ബീഡും വെച്ച് 5 ലെയർ പോലെ ഒരു ചെറിയൊരു ഫ്ലവർ ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല ഡാർക്ക് കളർ, നമുക്ക് റെഡ്, മെറൂൺ, ഗ്രീൻ അങ്ങനെയുള്ള നല്ല ഡാർക്ക് കളേഴ്സിന്റെ കൂടെ നമുക്ക് ഈ വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. സെറ്റ് സാരിക്ക് പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതുപോലെ നമ്മുടെ പാറ്റേൺ വരുന്നത് ഞാൻ നമ്മുടെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് കേട്ടോ. ഒരു സിൽക്ക് ജോർജറ്റ് ആണ്, ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇതുപോലെ നമ്മുടെ സ്ലീവ് എത്രയാന്ന് വെച്ചാൽ ഞാനൊരു എൽബോ സ്ലീവ്, മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു സ്ലീവ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്ലീവിൽ ഞാനിപ്പം 6 ലെയറിലായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ലെയറായിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നില്ല. 2 ലെയറിൽ നമുക്ക് കട്ട് ബീഡാ വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ ചെറിയൊരു ഫ്ലവർ ഷേപ്പും. നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഈ 2 ടൈപ്പ് ബീഡ്സ് വേണം. ഒരെണ്ണം നമ്മൾ ആന്റിക് കട്ട് ബീഡ്സ് ആണേ. പിന്നെ നമുക്ക് വേണ്ടത് ആന്റിക്കിന്റെ തന്നെ ഷുഗർ ബീഡ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെറ്റീരിയലിന്റെ സെയിം കളർ സ്വിംഗ് ത്രെഡ്, സാധാരണ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലില്ലേ അത് തന്നെയാണ് കേട്ടോ. നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് 2 ലെയറായിട്ടാണ് കട്ട് ബീഡ് കൊടുത്തു പോകുന്നത് കേട്ടോ. ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്താ പോകുന്നതേ. ഇതുപോലെ തന്നെ ഫുള്ള് നമുക്ക് 2 ലെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ കർവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ 5 പെറ്റലുള്ള ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ സെന്ററിൽ വരുന്നത് നമുക്ക് 2 കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും എന്ന രീതിയിലാണ് വെക്കുന്നത്. പിന്നെ അതിന്റെ താഴത്തോട്ട് വരുന്നത് ഓരോന്നും ഒരു കട്ട് ബീഡ് ഒരു ഷുഗർ ബീഡ്, ആ ഒരു രീതിയിലാണ് ചെയ്തു പോരേണ്ടത് കേട്ടോ.
കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ഈ മിഡിലിൽ വരുന്ന എല്ലാ പോർഷനിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. സെന്ററിൽ വരുന്ന 2 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ്, തൊട്ട് താഴത്തേക്ക് വരുന്ന 4 പെറ്റലും, ഒരു കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എഡ്ജില്ലേ, ഈ എഡ്ജിന്റെ ഈ ഓരോ കോർണറിലും നമുക്ക് 2 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ് എന്ന രീതിയിൽ വെച്ച് പോരാം കേട്ടോ. താഴത്തും മേളിലും വെക്കണം കേട്ടോ. ആ കോർണറിന്റെ താഴത്തും മേളിലും അതുപോലെ തന്നെയാണ് വെക്കേണ്ടത്. കണ്ടോ? അപ്പൊ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഫുള്ളും നമ്മൾ എല്ലാ കർവും ഇതുപോലെ 2 ലെയറായിട്ട് കട്ട് ബീഡ് കൊടുത്ത് പോരുക. പിന്നെ ഇതുപോലെ ചെറിയൊരു 5 പെറ്റലുള്ള ഫ്ലവർ ചെയ്യുക. പിന്നെ ഇതിന്റെ എഡ്ജിലായിട്ട് താഴത്തും മേളിലും 2 കട്ട് ബീഡ്, ഒരു ഷുഗർ ബീഡ് എന്ന രീതിയിൽ വെക്കുക കേട്ടോ. ഫുള്ള് കാണിച്ച് നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി പോവും. ഇതുപോലെ തന്നെയാണ് കേട്ടോ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഫുള്ളും ചെയ്ത് പോരുക കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു ലെയർ ഇല്ലേ, ഞാനിവിടെ 6 ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ ലെയറും തമ്മിൽ 1 ഇഞ്ചിന്റെ ഗ്യാപ്പ് കൊടുത്ത് വേണം ചെയ്യാൻ കേട്ടോ. എനിക്ക് പറയാൻ വിട്ടുപോയി. നമ്മുടെ ഓരോ ലെയറും തമ്മിൽ ഓരോ ഇഞ്ചിന്റെ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഈ 6 ലെയറും ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ. വളരെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നമ്മുടെ സെറ്റ് സാരിക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കാണ്. പറഞ്ഞല്ലോ, നമുക്കൊരു 4, 5, 6 എത്ര ലെയറാണോ നമുക്ക് ഇഷ്ടം അത്രയും ലെയറിന് തന്നെ നമുക്ക് അതുപോലെ ചെറിയ ചെറിയ കർവ് കൊടുത്ത് ചെയ്ത് പോരാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ബ്ലൗസ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സെറ്റ് സാരിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ വേറെ ഡിസൈനർ സാരിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് അതിന് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ മുൻകൂടസ് ഇൻസ്പയർഡ് ഡ്രസ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവരുടെ വർക്ക് നമ്മൾ 3-4 വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.